വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആമി സമി കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ള കേക്കുകളിൽ പലതിലും ഇതുപോലുള്ള ഫ്ലവർ വെച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കിട്ടാനായിട്ട് അടിയുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരു കേക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ വരണം, അതുവരെ നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് ഫോണ്ടന്റ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ ഫോണ്ടന്റിൻ്റെ റെസിപ്പി ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാമേ. അപ്പോൾ ഇത് ഓരോരോ ചെറിയ ചെറിയ ബോളുകളായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ 2 കളർ ഫോണ്ടൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോ ബോളുകളും ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കാം. കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് അല്പം കോൺഫ്ലവറിൽ കൈയൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ എല്ലാം ഒന്ന് പരത്തി എടുത്തതിന് ശേഷം നല്ല നൈസായിട്ട് തന്നെ പരത്തി എടുക്കണേ. ഇനി ഒരു അടപ്പ് വെച്ച് ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓരോ ലീഫും തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം തന്നെ നല്ല നൈസായിട്ട് തന്നെ പരത്തി എടുക്കണേ. ഒരെണ്ണം നല്ല വലിപ്പത്തിന് എടുത്തിട്ട് ഇതുപോലെ താമര മൊട്ടില്ലേ അതുപോലെ ഒന്ന് കൂർപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്തിട്ട് പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പരത്തിയെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ലീഫായിട്ട് നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ കൂടുതലായിട്ട് പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ കേക്ക് ചെയ്യുന്ന സമയത്തോ ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് സെറ്റ് ചെയ്തെടുക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ വെച്ചാണ് ഇത് ചെയ്തെടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ നടുക്ക് പ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ചെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ലീഫ് ചെയ്യാനായിട്ട് ഇതുപോലെ ഞാൻ ഗ്രീൻ കളർ ഫോണ്ടൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുക്ക് നൈഫ് വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്താലും മതിയാവും. ഇതിപ്പോൾ നമുക്ക് കയ്യിലെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഇത് കൈകൊണ്ട് ഇങ്ങനെ എടുത്താലും മതിയാവും. ഒരു പ്രശ്നമില്ല. നമുക്കിപ്പോൾ കയ്യിൽ വെച്ച് ചെയ്യണമെന്നാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതിയാവും. ഫോണ്ടന്റ് ചെയ്തെടുക്കാൻ അല്പം മടിയാണെന്നുണ്ടെങ്കിൽ ഐസിങ് ഷുഗറിലേക്ക് ഒന്നുകിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ കളർ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. നമുക്ക് ഫോണ്ടന്റ് പോലെ തന്നെ നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ഞാനൊരു 3 ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ലീഫിലേക്കും വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഗോൾഡൻ ഡസ്റ്റ് ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനി ഇതിലേക്ക് ഗോൾഡൻ ഡസ്റ്റ് കൂടി ബ്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ടുള്ള ഫോണ്ടന്റ് റോസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ.